തികച്ചും ദൗർഭാഗ്യകരമാണ്. പക്ഷെ പൊതുവിൽ അങ്ങനെയല്ല അവരുടെ നിലപാട്. ഇപ്പോൾ ദീപിക ആദ്യം എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട്. കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേരളം മാത്രമാണ് സുരക്ഷിതം എന്നവരെന്ന് പറഞ്ഞു. കേരളത്തിന് പുറത്ത് ബാക്കി എല്ലായിടങ്ങളിലും അവർ നേരിടുന്ന വേട്ടയാടലുകളെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വന്ന ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ദൗർഭാഗ്യകരമാണ്. അവരും ഭാവിയിൽ നിലപാട് തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കുറഞ്ഞത് അവർ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകളുമായി സംസാരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഛത്തീസ്ഗഡ് സന്ദർശിക്കുമ്പോൾ റായ്പൂർ ബിഷപ്പിനെ സന്ദർശിച്ചു. റായ്പൂർ ബിഷപ്പിനോട് ഞങ്ങൾ കൗതുകത്തോടെ ചോദിച്ചൊരു ചോദ്യം, ഇവിടെ BJP സർക്കാരാണല്ലോ ഭരിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ബിഷപ്പ് ഹൗസുകൾ തോറും ഇങ്ങനെ കേക്കുമായിട്ട് കേന്ദ്രമന്ത്രിമാർ BJP നേതാക്കൾ കയറിയിറങ്ങുകയാണ്. താങ്കളോട് ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ തയ്യാറായിട്ടുണ്ടോ, അത് നടന്നോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, BJPയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് നാളിതുവരെ ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, റായ്പൂരിലെ ബിഷപ്പ് ഛത്തീസ്ഗഡിലെ ബിഷപ്പിനെ തേടി അവിടുത്തെ മുഖ്യമന്ത്രി വരുന്നില്ല, BJP വരുന്നേയില്ല, ഒരു കൂടിക്കാഴ്ചയും ഇല്ല, ഒരു ഡയലോഗും ഇല്ല, തെരുവിൽ നേരിടുകയാണ്. ഇവിടെയോ അതേ BJP നേരത്തെ ഞാൻ പറഞ്ഞ ടൈലർ മണിമാരുടെ പണിയെടുക്കുകയാണ്, പോയിട്ട് ചങ്ങാത്തം കൂടുകയാണ്. അങ്ങനെ ചങ്ങാത്തം കൂടി 4 കേക്ക് കണ്ടാൽ ഇവരെയെല്ലാം ആ 4 കേക്ക് കൊടുത്ത് ഈ പുഞ്ചിരി കൊണ്ട് പ്രലോഭനങ്ങൾ കൊണ്ട് കൂടെ നിർത്താമെന്നെല്ലാം കരുതിയാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നല്ല ആത്മാഭിമാനമുള്ള മലയാളികളുടെ വിവേചന ബുദ്ധിയെ അവർ കുറച്ചു കാണുകയാണ്. മലയാളി നന്നായി പത്രം വായിക്കുന്നവരാണ്, നന്നായി വാർത്തകൾ അവലോകനം ചെയ്യുന്നവരാണ്, ഈ രാജ്യത്തെവിടെയും നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ളവരാണ്. അവരാണ് ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പിന്നീട് അവരും തിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്വർണ്ണ കിരീടവുമായി പോയ ഒരു MP ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന്, കേരളത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അദ്ദേഹം സിനിമയിലാണ് ജീവിക്കുന്നത്, സിനിമ ജീവിതമല്ല. പിന്നെ ആ സിനിമയും അദ്ദേഹത്തിൻ്റെ താരപ്രഭയും കണ്ടപ്പോൾ തൃശ്ശൂരിലെ കുറേയധികം വോട്ടർമാർക്ക് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം വൈകാതെ തിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഈ സന്ദർഭത്തിൽ ഏറ്റവും അധികം പശ്ചാത്തപിച്ചിട്ടുള്ള ആരായിരിക്കും? അത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു പോയ തൃശ്ശൂരുകാരായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എവിടെ പോയി ഹരചന്ദ്രൻ IPS? എന്തൊക്കെയായിരുന്നു? അപ്പോൾ അതെല്ലാം വെറും താരജാടകൾ മാത്രമാണ്. അതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം ആത്യന്തികമായി BJP-യാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് രാജ്യത്ത് ഇതിന്റെ തുടർച്ചയിൽ ഉയരേണ്ട ഏറ്റവും പ്രധാന മുദ്രാവാക്യം, ഞങ്ങളുടെ DYFI ഇത് ആവശ്യപ്പെടുകയാണ്. MP എന്നുള്ള നിലയിലും ഞങ്ങളുടെ പാർട്ടിയും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് ഈ ഡ്രക്കോണിയൻ വകുപ്പുകളുള്ള മതപരിവർത്തന നിയമം അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. ആൾക്കൂട്ട അക്രമങ്ങൾക്ക് ഈ മതപരിവർത്തന നിയമം ഒരു ആയുധമാവുകയാണ്. അവർക്ക് നിയമപരിരക്ഷ കൊടുക്കാനുള്ളതാണ് ഈ ഡ്രക്കോണിയൻ ലോ. അതുകൊണ്ട് അടിയന്തരമായി 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് അടിയന്തരമായി പിൻവലിക്കണം. രണ്ടാമതൊരു കാര്യം ചെയ്യേണ്ടത്, വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മതപരിവർത്തന നിയമം പിൻവലിക്കാൻ തയ്യാറാകണം. ആൾക്കൂട്ട അക്രമങ്ങളെ നമുക്ക് ചെറുക്കാൻ കഴിയണമെങ്കിൽ ആൾക്കൂട്ട അക്രമങ്ങൾക്ക് നിയമപരിരക്ഷ കൊടുക്കുന്ന നിയമം അടിയന്തരമായി പിൻവലിക്കണം. ഹിന്ദു പത്രത്തിൽ ഈ ഒരു വിശദമായൊരു അഭിമുഖം വന്നിട്ടുണ്ട്. അതിലൊരു ചോദ്യം CPM-ലെയും പാർട്ടിയിലെയും യുവതലമുറയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ്. അവരുടെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നതെന്നാണ് സുധാകരൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു ബിലോ ആവറേജ് പോലും, ഒരു എബോ ആവറേജ് പോലുമുള്ള ഒരു പ്രകടനം ആരുടെ ഭാഗത്തുനിന്നുമില്ല, ഒരു സാധാരണ ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാം എന്നാണ് പറയുന്നത്. അവർക്ക് മെച്ചപ്പെട്ട പ്രവർത്തനം ഭാഗത്ത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ അഭിപ്രായം? അദ്ദേഹം വളരെ തലമുതിർന്ന ഒരു പൊതുപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമാണല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് വേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
അത് കേരളത്തിലെ യുവജന പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും വളരെ പോസിറ്റീവായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇനി അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമാണ്. കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി അതിനെ ക്രിയേറ്റീവായിട്ട് എടുത്താൽ പോരെ. അതിലെന്താ വിവാദത്തിന്റെ കാര്യമുള്ളത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സലാം ബി ഹൈദ്രൂസിന്റെ റിപ്പോർട്ടിംഗ് എത്ര പോലെ കുറച്ചൊന്ന് മെച്ചപ്പെടുത്തണം. ഒരാൾ പറഞ്ഞാൽ മെച്ചപ്പെടുത്തിയാൽ കുറെ കൂടി നല്ലതാവില്ലേ? അതിന്റെ അർത്ഥം മോശമെന്നല്ല. സലാം ബി ഹൈദ്രൂസ് എത്ര നല്ല, ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ മീറ്റിംഗിൽ ഏഷ്യാനെറ്റിന് നല്ല ഉയർന്ന ഒരാൾ പറയാണ് സംഗതിയൊക്കെ കൊള്ളാൻ കേട്ടോ, പക്ഷെ കുറച്ചൊന്നും മെച്ചപ്പെടുത്തുമ്പോഴാണല്ലോ. അപ്പോൾ കുറെ കൂടി മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്കത് ഊർജ്ജം ചെലവല്ലേ. തീർച്ചയായിട്ടും പോസിറ്റീവ് ഇഫക്റ്റ് വരുള്ളൂ. അല്ല, അത് ഏതായാലും ഇപ്പൊ ഒരാൾ പറയാണ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം കേട്ടോ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഗുണാർക്കാ? പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ക്രിയേറ്റീവ് അല്ല, അത് ക്രിയേറ്റീവ് അല്ലേ? ആരായാലും നമ്മളെപ്പോഴും അങ്ങനെയല്ലേ. നിങ്ങളൊരു കാര്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നതല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കല്ലേ വേണ്ടത്. ഞങ്ങളിപ്പോൾ അല്ലാതെ പറയുന്നൊരു കൾച്ചർ ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾ യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഏത് കാര്യത്തെയും വരുന്ന ഏത് കോണിൽ നിന്ന് വരുന്ന ഏത് അഭിപ്രായങ്ങളെയും വളരെ പോസിറ്റീവായിട്ടാണ്. അങ്ങനെ ഒരു പോസിറ്റീവായൊരു അഭിപ്രായം ക്രിയേറ്റീവായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ തോന്നൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ബാധ്യസ്ഥരാണല്ലോ. അത് ചെയ്യണം, അത് ചെയ്യും. അതിലൊന്നും കാര്യമില്ല, പ്രശ്നമില്ല.